ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഉദ്ദേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDFന്റെ മാത്രം. എന്നിട്ടോ എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണിയെടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. അപ്പോൾ എന്തെല്ലാം കൂട്ടർ ഉഷാറല്ലേ? ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇവരെ പോയത്തക്കാരെന്ന് വിളിച്ചാൽ അത് ഏറ്റവും വലിയ തെറ്റാവും. കാരണം വെച്ചാൽ ഏതൊരു പൊട്ടനും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയാണിത്. അവിടെയാണ് ഇവർ നാടകം കളിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പല്ല, ഇനി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരു ഇലക്ഷനെ നേരിടാൻ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ട് വികസനം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണത്. അതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ, അതായത് നിലമ്പൂർ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിൽ CPM എന്ന അല്ലെങ്കിൽ LDF എന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് മുതൽ നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നത് പച്ചക്കള്ളങ്ങളും ഇതുപോലുള്ള വ്യാജന്മാരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരുട്ടിൻ്റെ മറവിൽ വരെ തലയിൽ മുണ്ടിട്ടിട്ട് വ്യാജന്മാർ നിലമ്പൂരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയം പറ, വികസനം പറ, ഇതുപോലെ നാടകം കളിക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളെ പോയത്തക്കാരെന്ന് വിളിച്ചാൽ അതുവരെ തെറ്റായി പോകുമെന്ന് പറഞ്ഞ കാരണം പൊട്ടനായ അബ്ദുള്ള കുട്ടി, അതായത് ചാണകത്തിൽ ചാടി അബ്ദുള്ള കുട്ടിക്ക് വരെ സംഗതി മനസ്സിലായിട്ട് പച്ചക്ക് പറയുന്ന നാടകവേദി വെക്കൂടെ ചോദിക്കുന്നുണ്ട്. ഉളുപ്പ് വേണ്ടടോ ഒരു ഇച്ചിരി എവിടെയെങ്കിലും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 വോട്ടിന് തോറ്റാലും ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ വികസനം പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തും. MLA ആണ് പോലും, MP ആണ് പോലും. നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഇതേ നിലമ്പൂരിൽ നിങ്ങൾ ഈ നാടകം കളിച്ച സ്ഥലത്ത് മിസ്റ്റർ വഹാബ് സാർ വാഹനം അവിടെ പരിശോധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും? രാധാകൃഷ്ണൻ MP-യുടെ വാഹനം ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും? ഇതുപോലെ നാടകം കളിച്ചോ? ഇല്ല. അബ്ദുള്ള കുട്ടി പറയുന്ന അബ്ദുള്ള കുട്ടിയുടെ വാഹനം ചെക്ക് ചെയ്ത് അയാൾ നാടകം കളിച്ചോ? അതാ നേരത്തെ പറഞ്ഞ പോയത്തക്കാരെന്ന് വിളിച്ചാൽ ഈ പൊട്ടന് വരെ നാണക്കേടായി പോകും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ വരുന്ന പല മന്ത്രിമാരെയും പല ആൾക്കാരെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളാരാ പിന്നെ MLA ആയത്? ഞാൻ MLA അല്ലേ? MLAക്ക് എന്താ കൊമ്പുണ്ടോ? ഈ MLA എന്ന് പറഞ്ഞ സാധനം ജനങ്ങളാക്കിയതാ. നിങ്ങളെ രാജാക്കന്മാരോ? നിങ്ങൾ വരുമ്പോൾ കടത്തി വിടാൻ, എന്നിട്ട് അവിടെ കിടന്ന് നാടകം കളിക്കും. ആർക്ക് വേണ്ടിയിട്ട്? ഒരു ഇച്ചിരി ഉളുപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൊന്നാര ഷാഫിക്ക ആൺകുട്ടനോട് രാജനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ജനങ്ങളോട് പറയാനുള്ളത് ജാഗ്രത. ഇതല്ല ഇതിലപ്പുറവും വരാനിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്.